everyone, welcome on to the session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MCS 2020 ബ്ലോക്ക് 1 യൂണിറ്റ് നടന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഇമേജ് ആണ് പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇമേജ് എന്ന് പറഞ്ഞാല് ചില ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് തൗസൻഡ്സ് ഓഫ് വേർഡ്സിന് ഈക്വലന്റ് ആണ് ഒരു ഇമേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അതെന്താണ് ഒരു ഫോട്ടോഗ്രാഫിയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിന്റെ വിഷയം നോക്കുമ്പോൾ അതെന്താണ് ഒരു 2 ഡയമെൻഷനിൽ 3 ഡയമെൻഷണൽ ഇമേജസ് ആണ്. അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പിക്സൽസ് കണ്ടു, ഒരു ഡിജിറ്റൽ ഇമേജ് എന്താണെന്ന് കണ്ടു. അതായത് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഇമേജസ് ആണ് ഡിജിറ്റൽ ഇമേജ് എന്താണെന്ന് കണ്ടു. അപ്പൊ ഈ ഒരു പാർട്ടില് ഡിജിറ്റൽ ഇമേജിന് ഒരു ഇൻട്രൊഡക്ഷൻ, ഇതാണ് ഡിജിറ്റൽ ഇമേജ്, എങ്ങനെയാണ് അതിനെ പ്രോസസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഒരു ഇമേജിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ വേരിയസ് ടൈംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സാമ്പിളിംഗ് എങ്ങനെയാണ്, ക്വാണ്ടൈസേഷൻ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഇമേജിൽ അല്ലെങ്കിൽ ഡിജിറ്റൈസേഷൻ നടക്കുന്നതിൽ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം, പിന്നെ ഇമേജസിന്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങള്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ ഏരിയാസ്, ഇതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡക്ഷൻ ടു ഇമേജ്. എന്താണ് ഇമേജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പലരുടെ ഫീൽഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഇമേജിനെ പ്രോസസ് ചെയ്യുന്നത്. ഒരു ഇമേജ് ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഇമേജസ് എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെയായിരിക്കും, ഇപ്പൊ നമ്മുടെ പ്രിന്റഡ് ഫോട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രോയിങ്, അല്ലെങ്കിൽ ഒരു ഫിലിം ഇമേജ്, അതിനെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക്, അതായത് ഒരു ഫിസിക്കൽ ഇമേജിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുക, അതിനെ എന്താ പറയാ സ്റ്റോർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ ഇമേജിനെ എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ ഇമേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിരിക്കും. ക്ലിയർ ആയോ? ഇതാണ് ഒരു ഇമേജ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമേജസ് എന്ന് പറയുന്നത് ഇപ്പൊ ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുകൾ, ഡിജിറ്റൈസേഷൻ പ്രോസസ്സിൽ ആരാണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ ആഫ്റ്റർ ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇമേജസ് എന്ന് പറയുന്നത് ഒരു ഫോം, അതായത് ഒരു അവൈലബിൾ ഫോമിൽ സൂട്ടബിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആയിട്ട് അതിനെ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇമേജസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കാര്യങ്ങൾ RGB സ്കെയിലില് പിക്സൽ ഫോമിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പൊ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി അഗൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇനി ഇമേജ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഡയമെൻഷൻ ആണ്, 3 ഡയമെൻഷൻ ആണെന്ന് പറയും. ഇപ്പൊ 2 ഡയമെൻഷന്റെ കേസിൽ നോക്കുമ്പോൾ XY എന്ന് പറയുന്ന കോർഡിനേറ്റ് വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഓഫ് XY കോർഡിനേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഓരോ പൊസിഷൻ ആണെന്ന് പറയുന്നത് ഈ XY എന്ന് പറയുന്നത്, അതായത് ഒരു പ്രൊജക്ഷൻ പ്ലെയിനിലുള്ള ഓരോ പൊസിഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡിജിറ്റൈസേഷൻ നടക്കുന്ന ഓരോ പ്ലെയിനിൽ ആ ഒരു എന്താ പറയാ പ്രൊജക്ഷൻ പ്ലെയിനിലുള്ള പൊസിഷൻ ആണ് ഈ XY എന്ന് പറയുന്നത്. ഈ വാല്യൂ ഫംഗ്ഷൻ ഓഫ് XY റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഇമേജിന്റെ ലൈൻ ഇന്റൻസിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇമേജസ് എന്ന് പറയുന്നത് എന്താണ് 2 ടൈപ്സ് നമുക്കുണ്ടെന്ന് പറയും. അപ്പൊ ഇമേജസ് ഏതൊക്കെയാണ്? 2 ടൈപ്സ് ആണെന്നാണ് നമ്മളോട് പറയുന്നത്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? അനലോഗ് ആൻഡ് ഡിജിറ്റൽ. ഓക്കെ, അപ്പം അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അനലോഗും ഡിജിറ്റലും ഉണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഉള്ള ഒരു കേസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ വരിക? അതായത് ഇപ്പം നമുക്കറിയാം 2 ഡയമെൻഷൻ ഇമേജ് ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. അനലോഗ് ഇമേജസിന് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂട്ട് ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇന്റൻസിറ്റിനെ ആയിരിക്കും എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ നമുക്കറിയാം ഡിജിറ്റലും അനലോഗും ഉണ്ടെന്നാണ്. അനലോഗ് ഇമേജ് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്, ആ വാല്യൂസ് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? പൊസിഷൻ ആൻഡ് ഇന്റൻസിറ്റി എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നതാണ് പിക്ചർ എലമെന്റ്സ് വെച്ചിട്ടാണ്. ഈ പിക്ചർ എലമെന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പിക്സൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഓരോ പിക്സലിനും എന്തെങ്കിലും പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി, ഒരു റേഞ്ച് വാല്യൂ ഉണ്ടെന്നുണ്ട്. ഇപ്പം RGBക്ക് എടുക്കുന്ന നമ്മൾ സമയത്ത് റെഡിന്റെ പിക്സൽ വാല്യൂ അതിൻ്റെതായ ഒരു പിക്സൽ ഉണ്ടാവും. ഒരു വാല്യൂ, അതായത് ഒരു 3 വാല്യൂ കോമ്പിനേഷനിലായിരിക്കും എന്താ പിക്സൽ വാല്യൂ നമുക്ക് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് അതിന്റെ എന്താ പറയാ ആ ഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡാർക്ക്നെസ് എന്നുള്ള ഫീൽഡ് കൂടി കൂടി വരുവാണ് ചെയ്യുന്നത്. പിക്സൽ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കണ്ടാണ്. ഒരു ടൈനി സ്ക്വയർ വാല്യൂസ് ആണ് ഇത് പിക്സൽസ് എന്ന് പറയുന്നത്. അപ്പം ഇമേജ് ഒക്കെ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് നമ്മൾ കാണും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, പിക്സൽ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഇമേജ് പ്രൊജക്ഷൻ ഓഫ് എൻവിറോൺമെന്റ്, അപ്പൊ ഒരു കൺസിഡറേഷന്റെ അണ്ടറിലാണ് ഒരു ഇമേജ് പ്രൊജക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഇപ്പൊ എൻവിറോൺമെന്റിന് മേ ബി എന്തായിരിക്കാം 3D ആകാം. അപ്പൊ അതിന്റെ അവിടെ നടക്കുന്ന പ്രൊജക്ഷൻ എന്തായിരിക്കും? അത് 2D ആയിരിക്കും. അതായത് 3D പ്രൊജക്ഷനുള്ള ഒരു എന്താ പറയാ എൻവിറോൺമെന്റിലുള്ള ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 2D ആയിരിക്കും. നമുക്ക് ഏത് ഡയമെൻഷനിൽ വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പൊ 2D ആകാം, 3D ആകാം, അപ് ടു n ഡയമെൻഷനിൽ വരെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി എന്ന് പറയുന്നത് ഇമേജസ് ഒക്കെ നമ്മൾ പറയുന്നത് 3D ഇമേജസ് ആണ്. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് 3D ഫംഗ്ഷൻ, അതായത് f(x,y,z) എന്നുള്ള ഫോമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ x,y,z എന്ന് പറയുന്നത് സ്പേഷ്യൽ കോർഡിനേറ്റ് ആണ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജസിന്റെ പാരാമീറ്ററിനെയാണ് ഈ ഒരു സ്പേഷ്യൽ കോർഡിനേറ്റ് ആയിട്ടുള്ള x,y,z റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു നമുക്ക് പറയാൻ പറ്റും ഒരു ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു 2D ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് സ്പേഷ്യൽ കോർഡിനേറ്റ് ആയി നമ്മുടെ x,y,z വാല്യൂ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിഗ്നലിന്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? f(x,y) 2 കോർഡിനേറ്റ് ആണെങ്കിൽ f(x,y) നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതിന് നമുക്കൊരു n/n മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. സാമ്പിൾ ഇന്റൻസിറ്റി ഫോമില് ഒരു മാത്തമാറ്റിക്കലി നമ്മൾ n/n അറേ ഓഫ് എലമെന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ജനറലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇമേജ് എന്ന് പറയുന്നത് f(x,y) ആണ്. അതിന് x റോസ് ആയിട്ടും y കോളംസ് ആയിട്ടും ഒരു അറേ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റോ കോളം ആണ്. അപ്പൊ നമ്മൾ f(x,y)ല് x,y നമുക്ക് എന്താക്കും? റോ കോളംസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ കോർഡിനേറ്റ് എന്ന് പറയുന്ന റേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സിന്റെ വാല്യൂ 0 to n-1ഉം വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 ആയിട്ടായിരിക്കും നമ്മൾ അതിന്റെ റേഞ്ച് വാരി ചെയ്യുന്നത്. അപ്പൊ ഇനി മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. f(x,y) എന്ന് പറയുന്നത് സ്പേഷ്യൽ കോർഡിനേറ്റിൽ f(0,0,0,1), അതായത് ഓരോ ഫംഗ്ഷനിലുള്ള റോ കോളം വാല്യൂസിന് പെയർ ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു സാമ്പിൾ ഡിജിറ്റൽ ഇമേജ് ആണ് തന്നിരിക്കുന്നത് ഫസ്റ്റത്തെ ഫിഗറിൽ. അതേപോലെ മെട്രിക്സ്, ആ ഒരു നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഒരു T ഫോമിലാണ് ഇരിക്കുന്നത്. അതിന്റെ മെട്രിക്സ് ഫോം ആണ് ഇപ്പുറത്ത് 0,1,0,1 വാല്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം ഈ ഫിഗറിൽ എലമെന്റ് എന്ന് പറയുന്നത് ഷോൺ എങ്ങനെയാണ്? 0,1 ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ മെട്രിക്സ് ഫോമിലുള്ള ഇമേജിൽ 0,1 റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇമേജിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഡയഗ്രമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പിക്ടോറിയലി നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതെന്താ? ഈ 0,1 എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആ ഫംഗ്ഷന്റെ വാല്യൂ, അതായത് f(x,y)ലുള്ള x,y വാല്യൂനെയാണ് എന്ത് ഈ 0,1 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ള ഓരോ എലമെന്റിനും, അതായത് ഓരോ 0,1 എലമെന്റിന് നമ്മൾ പറയുന്നത് എന്താണ്? പിക്സൽ എന്നാണ് പറയുന്നത്. അതായത് പിക്സൽ മീൻസ് പിക്ചർ എലമെന്റ്. അതായത് പിക്ചറിലുള്ള ഓരോ എലമെന്റിനും നമ്മൾ എന്താണ് പറയുന്നത്? പിക്സൽ. അതായത് പിക്സൽ മീൻസ് പിക്ചർ എലമെന്റ് എന്നാണ് പറയുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റ, അതായത് ഒരു ഡിജിറ്റൽ ഇമേജിന് ഡിസ്ക്രീറ്റ് ഡാറ്റേനെ ആയിരിക്കും. ആക്ച്വൽ ബിൽഡിംഗ്, ഇപ്പൊ ഒരു ഡിജിറ്റൽ ഇമേജിന്റെ ആക്ച്വൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? പിക്സൽ ആണ്. അതായത് ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റേനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പിക്സല് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ പോയിന്റ് മാറുന്നതനുസരിച്ച് ഓരോ ഇൻഡെക്സ് പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫംഗ്ഷന്റെ വാല്യൂ f(x,y) ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താകുന്നത്? ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം എല്ലാ പോയിന്റിലും ഈ റോ കോളം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഓരോ യൂണിറ്റിലായിരിക്കും ഓരോ പിക്സൽ വാല്യൂ അറിയപ്പെടും. അപ്പൊ പർട്ടിക്കുലർ യൂണിറ്റിൽ ഇപ്പൊ ഗ്രേ സ്കെയിൽ വാല്യൂ ഉണ്ടാവും, ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകും. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്പം പർട്ടിക്കുലർ വാല്യൂയിൽ എത്തുമ്പോൾ അതിന് എന്താ ഗ്രേ സ്കെയിൽ വാല്യൂയിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് എന്താവാം RGB ഫോമിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതാണ് ഗ്രേ വാല്യൂ അല്ലെങ്കിൽ ഗ്രേ വാല്യൂ ഓഫ് ഇന്റൻസിറ്റി നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്.
ഇനി നമ്മളൊരു അടുത്ത ഫിഗറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താണ് ഡിജിറ്റൽ ഇമേജിന് എന്താണ് നമ്പർ ഓഫ് റോസ് നമ്മൾ വെർട്ടിക്കൽ റെസൊല്യൂഷനിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ടി എന്ന് പറഞ്ഞ ഇമേജിനെ മെട്രിക്സിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് വെർട്ടിക്കൽ റെസൊല്യൂഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് കോളത്തിന് നമ്മൾ എന്താണ് പറയുന്നത് ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ എന്നും നമ്പർ ഓഫ് റോസിന് നമ്മൾ എന്താണ് പറയുന്നത് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് റോസിന് നമ്മൾ മെട്രിക്സ് ഫോമിൽ വരുമ്പോൾ എന്താണ് പറയുന്നത് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നും നമ്പർ ഓഫ് കോളംസിന് നമ്മൾ എന്താണ് പറയുന്നത് ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇമേജ് റെസൊല്യൂഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റർ ആയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്പർ ഓഫ് കോളംസും റോസ് എന്ന് പറയുന്നത് എന്താണ് ഇമേജിന്റെ ഡയമെൻഷനെയാണ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് എത്ര റോസ് ഉണ്ട് കോളംസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇമേജിന് എന്തുണ്ടാവുക ഡയമെൻഷൻ നമുക്ക് ഉണ്ടാവും. ഇപ്പം n/n മെട്രിക്സ്, അതായത് n/n എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അപ്പൊ അത്രയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത്രയും റോസും കോളംസ് അവിടെ ഉണ്ടാവും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക നമ്മൾ ആ ഇമേജിന്റെ ഡയമെൻഷൻ പറയും. അപ്പൊ ഇമേജ് സൈസ് എന്ന് പറയുന്നത് നമുക്ക് പല ടൈംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ റെക്ടാങ്കുലർ പിക്സൽ ഡയമെൻഷൻ അറിയേണ്ട ഒരു റെക്ടാങ്കുലർ പിക്സൽ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇമേജിന്റെ സൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ വെർട്ടിക്കൽ റെസൊല്യൂഷൻ നമ്മൾ കണ്ടു. ഇനി ജനറലി അപ്പം ഈ വാല്യൂ ഓഫ് ദ പിക്സൽ, അതായത് പിക്സൽ എന്ന് പറയുന്നത് ഒരു ഇമേജിന്റെ ഇന്റൻസിറ്റി, ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇമേജിന്റെ ഇന്റൻസിറ്റിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ ഒരു ക്വാണ്ടൈസ്ഡ് വാല്യൂ ആയിട്ട് നമുക്ക് അതിനെ എന്താണ് പറ്റും. ഇപ്പൊ നമ്മൾ ഒരു ഇമേജിനെ ക്യാപ്ചർ ചെയ്ത് സെൻസർ ചെയ്തു, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു ക്വാണ്ടൈസ്ഡ് വാല്യൂ ആയിട്ട് നമുക്ക് ആ ഇമേജിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് 256 ലെവലിലാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. അതായത് 0 to 255 വാല്യൂസ് അതിന് എന്തുണ്ടാവും ഒരു 256 ലെവലിലുള്ള ക്വാണ്ടൈസേഷന് 0 to 255 വാല്യൂസ് അതിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇമേജ് അക്വൈസേഷൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഇപ്പൊ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് ഒപ്റ്റിക്സ് നമുക്കറിയാം. അതായത് ഒപ്റ്റിക്സ് കാര്യങ്ങൾ നമുക്ക് അതായത് ഇപ്പൊ ഒരു ലൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ റിഫ്രാക്ഷനോ ഒക്കെ മൂലം അങ്ങനത്തെ ഒരു ഫിനോമിന മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു ഹിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതാണ് ഒരു ഒപ്റ്റിക്കിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. നമ്മളിപ്പോ പ്രിസം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മള് ലൈറ്റിന്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന ഇവിടെ ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചാല് അതായത് ഇപ്പം ആ ഇമേജിന്റെ ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു പ്രസത്തിൽ ഹിറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ റിഫ്ലക്ഷൻ ഫിനോമിന കൊണ്ടാണ് അവിടെ ഒരു പർട്ടിക്കുലർ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ് ഓഫ് ക്യാപ്ചറിങ്, അപ്പൊ ഈ റിയൽ വേൾഡ് ഇമേജസിനെ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമേജ് അക്വസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിയൽ വേൾഡ് ഇമേജസിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമേജ് അക്വസേഷൻ എന്ന് പറയും. ഓക്കെ, ഇമേജ് അക്വസേഷൻ എന്നുള്ളത് ക്ലിയർ ആയി. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇമേജ് അക്വസേഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ്, ഇപ്പൊ ഈ ഈ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഓഫ് ഇമേജസിലേക്ക് ഇമേജ് അക്വസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്, അനലോഗ് ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. അത് ഏതൊക്കെയാണ് നമുക്ക് ഇനി നോക്കാം. നമ്മൾ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇമേജ് ഓഫ് 3D ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നപ്പോഴായിരിക്കും 2D പ്രൊജക്ഷൻ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്, അതായത് ഒരു 2D സർഫേസിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് വരുന്ന സമയത്താണ് നമുക്ക് ഒരു പ്രൊജക്ഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഈ 2D പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കുറെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ 3D ഒബ്ജക്ട് എന്ന് പറയുന്നത് ഫോക്കസിൽ വരാം, അതേപോലെ ഇപ്പം ഈ റേഡിയേഷൻ സോഴ്സ് അല്ലെങ്കിൽ അതർ ഒപ്റ്റിക്കൽ പ്രോസസ് എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് വളരെയധികം എന്താ പറയാ സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഇമേജസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫോമിലായിരിക്കും എന്താ അവൈലബിൾ ആയിരിക്കുക എപ്പോഴാണ്, അതായത് ഒരു അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വരെ ആ സമയം വരെ ഈ ഒപ്റ്റിക്കൽ ഇമേജസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒപ്റ്റിക്കൽ ഫോമിലായിരിക്കും അവൈലബിൾ ആയിട്ട്. അപ്പൊ ഇതാണ് ഒരു ഇമേജ് പ്രോസസ്സിംഗ്. ഇപ്പൊ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് ആകാം, ഒപ്റ്റിക്കൽ ഇമേജിനെ മാറ്റിയിട്ട് അനലോഗ് ആക്കണം, അനലോഗിനെ മാറ്റി ലാസ്റ്റ് ഉണ്ടാക്കുന്നത് ഡിജിറ്റൽ ആക്കണം. അപ്പൊ അനലോഗ് കൺവേർഷൻ നടക്കുന്നിടം വരെ നമ്മുടെ ആ ഇമേജസ് ഏത് ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത് ഒപ്റ്റിക്കൽ ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് എന്ത് ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് ലൈറ്റ് ബിഹേവിയർ ആണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് പോലുള്ള മെത്തേഡ്സുകളൊക്കെയാണ് നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അനലോഗ് ഇമേജ് പ്രോസസ്സിംഗ്. അനലോഗ് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അനലോഗ് സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് അനലോഗ് സിഗ്നൽസിനെ പ്രോസസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്
അനലോഗ് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് സിഗ്നൽസ് ആയിരിക്കും, അതായത് ഡിസ്ക്രീറ്റ് ആയിരിക്കത്തില്ല. അതായത് ഇപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ബിക്കം പവർഫുൾ ആയിരിക്കും. അപ്പൊ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അനലോഗ് പ്രോസസ്സിംഗ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈം വേരിങ് കണ്ടിന്യൂസ് സിഗ്നൽസിനെയാണ് നമ്മൾ ഇതിന് പറയുന്നത്. അതായത് അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് ടൈം വേരിങ് കണ്ടിന്യൂസ് സിഗ്നൽസ് ആണ്, ഡിസ്ക്രീറ്റ് അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം വേരിങ് കണ്ടിന്യൂസ് സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പിക്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഈ അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിജിറ്റൽ ഇമേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ത്രൂ ദ പ്രോസസ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ. നമ്മൾ ഓൾറെഡി ഡിജിറ്റൈസേഷൻ പറഞ്ഞു. ഇനി ഈ അനലോഗ് സിഗ്നൽസ് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? ലാസ്റ്റ് നമുക്ക് ഡിജിറ്റൽ ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പം അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമുക്ക് ഒരു ഡിജിറ്റലൈസർ ആണ് ഈ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എന്ത് പറയും? ഡിജിറ്റൈസേഷൻ. അപ്പൊ ഓൾറെഡി നമ്മൾ ഡിജിറ്റൈസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഫിസിക്കൽ ഇമേജ് നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പിളിംഗും ക്വാണ്ടൈസേഷൻ നമ്മൾ നടത്തുമെന്ന് പറഞ്ഞു. അതിനൊരു ഡിജിറ്റൈസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു അനലോഗ് ഇമേജ് പ്രോസസ്സിംഗ് ഒരു ടു സ്റ്റെപ്പ് എന്താ പറയാ പ്രോസസ്സിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അനലോഗ് ഇമേജസ് ഉണ്ട്, അതിന്റെ സാമ്പിളിംഗ് വഴിയായിട്ട് നമ്മൾ സാമ്പിളിംഗും ക്വാണ്ടൈസേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ ഇമേജിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് അല്ലെങ്കിൽ സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമേജ് പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് നമ്മൾ നടത്തുന്നത്. നമുക്ക് ആദ്യം ഒപ്റ്റിക്കൽ ഇമേജ്, ദെൻ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ സാമ്പിളിംഗിൽ അക്വിസിഷൻ വഴിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ അനലോഗിൽ കൺവേർട്ട് ചെയ്തു. അനലോഗ് നമുക്ക് എന്താണ്? ഫാസ്റ്റ് അൽഗോരിതംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇപ്പൊ അതായത് ഇമേജിന്റെ എൻഹാൻസ്മെന്റ്, ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ, ആ ഒരു ഇമേജിലെ ഒബ്ജക്റ്റ് പിക്സൽസ് ഒക്കെ പറഞ്ഞാൽ അതിന് എത്ര എന്നുള്ളത് കൗണ്ട് ചെയ്യും. അതേപോലെ ഇമേജിന്റെ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് നടത്തുന്നത്. അപ്പം അനലോഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞപ്പോ അതുപോലെയല്ല ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിൽ നടത്തുന്നത്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിൽ എന്താന്ന് വെച്ചാൽ ഇമേജസിന് എന്ത് ചെയ്യും? ന്യൂമറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ പിക്സൽസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ മാനിപ്പുലേഷൻ നടത്തുന്നത്. നമുക്കറിയാം ഡിജിറ്റൽ ഇമേജ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പിക്സൽസ് ആണ് നമുക്കറിയാം. അതായത് ന്യൂമറിക്കൽ ഡാറ്റയുടെ കളക്ഷൻ ആണ് നമുക്ക് അറിയാം. അങ്ങനെയാണ് ഡിജിറ്റൽ ഇമേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇനി നമ്മളൊരു ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡാറ്റ അക്വിസിഷൻ എന്താണെന്ന് പറഞ്ഞു. ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഉണ്ട്, DAS എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ഒരു സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കളക്ട് ചെയ്യാം, മെഷർ ചെയ്യാം, അതേപോലെ തന്നെ റിയൽ വേൾഡ് ഫിസിക്കൽ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഡാറ്റാന്റെ എന്താ പറയുക കമ്പ്യൂട്ടേഴ്സ് ആണ് ഇതൊക്കെ പ്രോസസ് ചെയ്യുന്നത്. അതേപോലെ ഡിജിറ്റൽ ഇമേജ് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്ന ഒരു സിസ്റ്റം ത്രൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡിജിറ്റൽ ഇമേജിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഇമേജിംഗ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ട്? അതുപോലെ കമ്പോണൻസ് ഉണ്ടാകും. അതായത് അതിന്റെ അക്വിസിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോസസ്സിങ് ട്രാൻസ്മിഷൻ ഒക്കെ വേണ്ടിയിട്ട് അതിൽ ഉണ്ടാവും കുറെ കമ്പോണൻസ് ആ വർക്ക് സ്റ്റേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ കുറെ ഇമേജിംഗ് സിസ്റ്റം അക്വിസിഷൻ സിസ്റ്റത്തിനെയാണ് നമ്മളിനി നെക്സ്റ്റ് ഒരു ഫിഗറിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇമേജിംഗ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഓർ ആക്റ്റീവ് ഇമേജിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റം. ഇനി വീണ്ടും ഡയറക്റ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇമേജിംഗ് സിസ്റ്റം നമ്മൾ വീണ്ടും അഗൈൻ രണ്ട് രീതിയിലാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സെനൽ അക്വിസിഷൻ സിസ്റ്റം ആൻഡ് സീരിയൽ അക്വിസിഷൻ സിസ്റ്റവും അതേപോലെ പാരലൽ അക്വിസിഷൻ സിസ്റ്റം ആയിട്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇനി ഓരോ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കണം. അപ്പൊ ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഇമേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് അതായത് നോ ടെമ്പററി സ്റ്റോറേജ്, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ പ്രോസസ്സിൽ ഇപ്പൊ നമുക്ക് ഒരു പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് അല്ലെങ്കിൽ എന്താണ് ഫിലിംസിന്റെ മേലെ ഒരു ടെമ്പററി സ്റ്റോറേജ് ഉണ്ടാവില്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു കെമിക്കൽ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല. ഈ സച്ച് സിസ്റ്റത്തില് ഇമേജസിനെ നമ്മൾ എന്താ പറയുന്ന ഒരു റെക്കഗ്നൈസിബിൾ ഫോമിലായിരിക്കും. നമ്മൾ അതിനെ കറക്റ്റ് പർട്ടിക്കുലറി നമുക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇമേജ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഇമേജ് ആയിരിക്കാം. അപ്പം ഫൈനൽ ഇമേജ്, അപ്പൊ നമുക്ക് ഈ ഒരു
ഡയറക്റ്റ് അല്ലെ ആക്റ്റീവ് ഇമേജിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒരു ഡിജിറ്റൽ ഇമേജ് എന്നായിരിക്കും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹ്യൂമൻ ഐ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്യാമറ, അതേപോലെ സ്കാനിങ് ആയിട്ടുള്ള സ്കാനിങ് കൺഫോക്കൽ മൈക്രോസ്കോപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇമേജിംഗ് സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാണ് ഇത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സീരിയൽ അല്ലെങ്കിൽ പാരലൽ എക്വസിഷൻ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ ആയി അതേപോലെ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരലൽ ആക്റ്റീവ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അതേപോലെ സ്കാനിങ്, നമ്മുടെ മൈക്രോ ഡെനോസ്മീറ്റർ, അതേപോലെ സ്കാനിങ് കൺഫോക്കൽ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സീരിയൽ അക്വസിഷൻ ഇമേജ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഈ കുറെ ഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫൈനൽ ഇമേജ് എന്തായിരിക്കും, ഒരു ഡിജിറ്റൽ ഇമേജ് ആയിരിക്കും. അതാണ് ഈ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് കണ്ടത്, ഇനി നമുക്കുള്ളത് ഏതാണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് സിസ്റ്റം ആണ് നമ്മൾ കാണുന്നത്. ഇൻഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇമേജ് സിസ്റ്റമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇമേജിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപേ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു ഇമേജിന്റെ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഒരു റീകൺസ്ട്രക്ഷൻ എവിടെ നടക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ഈ ഇൻഡയറക്റ്റ് ഇമേജിംഗ് സിസ്റ്റത്തിൽ ഇമേജിന് നമ്മളൊരു ഫിലിമിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ കെമിക്കൽ പ്രോസസ്സ് വഴിയായിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്, റെൻഡർ അല്ലെങ്കിൽ ഒബ്സർവേഷൻ നമുക്ക് പോസിബിൾ ആയിട്ട് വരുന്നത്. അപ്പം എന്താ പറയാ, ഇപ്പൊ ഫിലിം ഫോമിലൊക്കെ നമ്മൾ ഇമേജിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനാണ് ഒരു ഡിലേ വരും. അതായത് കമ്പയർഡ് ടു ആക്റ്റീവ് ഇമേജ് സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഫിലിം ഫോമിലാണ്. ആക്റ്റീവ് ലൈനിൽ നമുക്ക് ഡിജിറ്റൽ ഇമേജ് ആണ് വരുന്നത്, ഇവിടെ ഇൻഡയറക്റ്റ് നമുക്ക് ഫിലിം ഫോമിലാണ്. അപ്പൊ ആ പ്രോസസ്സിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എന്താണ് കുറച്ച് ആ പ്രൊഡക്ഷൻ എന്താണ് കുറച്ച് ഡിലേ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഇമേജസ്. അപ്പൊ ഡിജിറ്റൈസേഷൻ നമ്മൾ എന്താണ്, ഫിസിക്കൽ ഇമേജിനെ പലതരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ സാമ്പിളിങ് അക്വിസിഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിജിറ്റൽ ഇമേജിലേക്ക് മാറ്റുന്നതാണ് ഡിജിറ്റൈസേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇനി കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ, അതായത് എങ്ങനെയാണ് ഈ ഡിജിറ്റൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇമേജിനെ ഡിജിറ്റൈസ് ചെയ്യുന്നത്, കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് റൈസ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ കണ്ടു എന്താണ് ഇമേജ് ലിമിറ്റേഷൻ. ഇപ്പൊ റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ 2 ഡയമെൻഷണൽ ഇമേജ് ആകുമ്പോൾ അതിന് എന്തൊക്കെയാണ്, f(x,y) എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് പോയിന്റുകൾ അതിന്റെ ഇന്റൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഡിഫറെന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്സൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോസസിംഗ് ഓഫ് അനലോഗ് സിഗ്നൽസിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വഴിയായിട്ടാണ് നമ്മൾ ഇമേജിനെ പ്രോസസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്നു, അനലോഗ് ഇമേജിനെ ഡിസ്ക്രീറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് യൂസ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഈ ഡിജിറ്റൈസേഷൻ പ്രോസസ്സിൽ സബ് പ്രോസസ് ഉണ്ട്. അതായത് സാമ്പിളിംഗും അക്വിസേഷനാണ് ഡിജിറ്റൈസേഷൻ ഉള്ളത്. ഈ സാമ്പിളിംഗും ക്വാണ്ടൈസേഷനും തന്നെ അതിന്റെ സബ് പ്രോസസ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡിജിറ്റൈസർ ത്രൂ ആയിട്ടാണ് നമ്മൾ എന്ത് നടക്കുന്നത്, ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഇന്റർ പ്രോസസ്സിൽ നമ്മൾ എന്താണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറഞ്ഞ 2 പ്രോസസ്സായി സാമ്പിളിംഗ് ഡിജിറ്റൈസേഷൻ നമ്മൾ ഡിജിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഡിജിറ്റൈസർ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ സാമ്പിളിംഗും ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ഒരു അക്വയർഡ് ഡാറ്റനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന് ഫർദർ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇമേജ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് റെഫർ ചെയ്യുന്നത്, സാമ്പിളിങ്ങും അനലോഗ് സിഗ്നൽസിന്റെ സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷൻ ആണ് ഈ ഇമേജ് ഡിജിറ്റൈസേഷൻ റെഫർ ചെയ്യുന്നത്. അതായത് അനലോഗ് സിഗ്നൽസിൽ നിന്ന് മറ്റേ ഡിജിറ്റൽ സിഗ്നലിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഡിജിറ്റൈസറിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഡിജിറ്റൈസേഷൻ എന്നുള്ളത് നമ്മൾ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ് ചെയ്തിട്ട് ഡിജിറ്റൈസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താണ് മാറ്റുന്നതെന്ന് പറഞ്ഞത് ഡിജിറ്റൽ ഇമേജിലേക്ക് മാറ്റും. അപ്പൊ ഡിജിറ്റൽ ഇമേജ് പ്രോസസ് ചെയ്യുന്നതിൽ ഡിജിറ്റൈസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിജിറ്റൈസർ പ്രോസസ്സിൽ 2 സ്റ്റെപ്പുകളാണ് നമുക്ക് അടങ്ങിയിരിക്കുന്നത്. ഒന്നിന് നമ്മൾ എന്താണ് പറയുന്നത്, സാമ്പിളിംഗ് എന്നും അതിന് ബാക്കി അതിന് നമ്മൾ അനദർ സ്റ്റെപ്പിന് നമ്മൾ പറയുന്നത് ക്വാണ്ടൈസേഷൻ. ഈ സാമ്പിളിംഗ് എന്താണ് റെഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിലായിരിക്കും നമ്മൾ ഇമേജിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇമേജ് സാമ്പിളിനും നമ്മൾ എന്താണ് പറയുന്നത്, പിക്സൽ എന്നാണ് പറയുന്നത്. ഇനി ക്വാണ്ടൈസേഷൻ എന്താ റെഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ,
അതായത് ഗ്രേ ലെവൽ വാല്യൂ, അതായത് സാമ്പിളിംഗ് പോയിന്റിൽ നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്ത് നമ്മുടെ അതായത് സാമ്പിളിംഗ് പോയിന്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, ഗ്രേ ലെവലിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇമേജസ് ആണിത്. ആ ഒരു ലെവലിൽ ഗ്രേ ലെവൽ ഇമേജ് റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പ്രോസസ്സാണ് നമ്മൾ ഡിജിറ്റൈസേഷനിലുള്ളതെന്ന് പറഞ്ഞു, സാമ്പിളിംഗ് ക്വാണ്ടൈസേഷൻ. സാമ്പിളിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ക്വാണ്ടൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 256 ലെവൽ ക്വാണ്ടൈസേഷൻ റിസൾട്ട് നമ്മൾ എന്താണ് ഫൈനൽ റിസൾട്ട് നമുക്ക് അതെന്ന് പറയുന്നത് അതിനെ സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, 8 ബിറ്റ് പെർ പിക്സൽ ആയിട്ടായിരിക്കും നമ്മൾ 256 ലെവൽ ക്വാണ്ടൈസേഷൻ ഇമേജസിന് അല്ലെങ്കിൽ റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിൽ. ഇനി സാമ്പിളിംഗ് ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ സാമ്പിളിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുക. നമ്മൾ ഇമേജ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇമേജ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ ഫംഗ്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ f(x, y) എന്നുള്ള ഫോമിലായിരിക്കും അത് ഉണ്ടാവുക. ഈ ഇമേജിന് സർട്ടൈൻ ലെങ്ത് ഉണ്ടാവും അല്ലെങ്കിൽ സർട്ടൈൻ ഹൈറ്റ് ആ ഒരു ഇമേജസിന് ഉണ്ടാവും. അപ്പൊ സപ്പോസ് കൺസിഡർ ചെയ്യുക, ഇപ്പൊ ഇമേജിന്റെ ഹൈറ്റിന് നമ്മൾ h എന്നെടുത്തു, ലെങ്ത്തിന് നമ്മൾ എന്തെടുത്തു, l എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പൊ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ലെങ്ത്തും ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന്റെ കോർഡിനേറ്റ് XY എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഇമേജിന്റെ ഏത് സ്പേസിലുള്ള ഇമേജിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും, XY തന്നെയായിരിക്കും. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെക്ഷനിൽ അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ നമ്മൾ ഒരു T ഫോമിലുള്ള ഇമേജ് എടുത്തിട്ട് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ XY ഏത് പോയിന്റിലുള്ള XYന് നമ്മൾ എന്താണ് രണ്ട് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്, അതായത് റൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് R(xy), I(xy) നമ്മൾ എടുക്കുകയാണ്. അതായത് സർഫേസ് പോയിന്റും അതേപോലെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും ആണ് നമ്മളത് എന്താ പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ആറും ഐ. അപ്പൊ നമുക്ക് അതിന് മിനിമം വാല്യൂസ് നമ്മൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും, I max I മിനിമം എന്നുള്ള രീതിയിൽ ആ ഏത് പോയിന്റുള്ള ഇന്റൻസിറ്റി അല്ലെങ്കിൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സാമ്പിളിംഗ് ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് പറയാം ഇപ്പൊ നമ്മളൊരു ഈ സെക്ഷനിൽ നമുക്ക് എന്താണ് മനസ്സിലായി, പിക്സൽ. ഇപ്പൊ ഇതിലൊരു മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ടൈമാണ് പിക്സലൈസേഷൻ എന്ന് പറയും. പിക്സലൈസേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഗ്രിഡ് ഫൈനർ ആയിട്ടുള്ള ബെറ്റർ റെസൊല്യൂഷൻ ഓഫ് ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ ഗ്രിഡ് കോഴ്സർ എന്നൊക്കെ പറഞ്ഞ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇമേജിന് നമുക്ക് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൈസേഷൻ പറ്റും. അതിനാണ് നമ്മൾ പിക്സലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ പിക്സലിലും നമ്മൾ എന്താണ് ഗ്രേ ലെവൽ വാല്യൂസിനെ നമ്മളൊരു ഇൻഡിജർ, അതായത് 0 to 255 റേഞ്ച് ചെയ്യുന്ന ഇൻഡിജർ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ വാല്യൂനെ അല്ലെങ്കിൽ ഓരോ ഗ്രിഡിലും അല്ലെങ്കിൽ ഓരോ ഗ്രേ ലെവൽ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ ഒരു സിഗ്നലിന് സാമ്പിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത സമയത്ത് സിഗ്നൽ എന്ന് പറയുന്നത് ഷുഡ് ബി എന്തായിരിക്കും, ഫ്രോസൺ ആയിരിക്കും. അപ്പൊ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മൂവിങ് സിഗ്നലിൽ നമുക്ക് ഈ സാമ്പിളിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു T സെക്കൻഡിൽ ഫ്രോസൺ ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കും. അപ്പൊ ടീനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു സാമ്പിളിംഗ് പീരീഡ്, അതായത് ഒരു സിഗ്നല് ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പിളിംഗ് പീരീഡിന് നമ്മൾ എന്താണ് നമ്മുടെ സെക്കൻഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സിൽ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സിലൊക്കെ അത്രയും എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് ഈ സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ സിഗ്നൽ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന പീരീഡ് ആണ് എന്ത്, സാമ്പിളിംഗ് പീരീഡ്. അപ്പൊ ആ സാമ്പിളിംഗ് പീരീഡ് നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ് മില്ലി സെക്കൻഡിലൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് സാമ്പിളിംഗ് റേറ്റ് ഉണ്ടാവും. ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സാമ്പിളിംഗ് പീരീഡിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സാമ്പിൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സ് എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാമ്പിളിംഗ് റേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സാമ്പിളിംഗ് പ്രോസസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സിഗ്നൽസ്, അതായത് ഒരു റേറ്റിംഗ് ഫംഗ്ഷൻ R(t) എടുക്കുകയാണെങ്കിൽ ആ കണ്ടിന്യൂസ് സിഗ്നൽസിന്റെ എന്തായിരിക്കും ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ സാമ്പിളിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം സാമ്പിളിംഗ് പീരീഡ് എന്താന്ന് കണ്ടു, സാമ്പിളിംഗ് പ്രോസസ്സ് നമ്മൾ കണ്ടു, സാമ്പിളിംഗ് റേറ്റ് ഓർ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്താന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾക്കൊരു അതായത് ഒരു ഫംഗ്ഷൻ ഓഫ്, അതായത് നമുക്ക് ഇതിനെ റേറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് സിഗ്നൽസിനെ റെയിലിംഗ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കണ്ടു. റെയിലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പൾസ് ഓഫ് യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അത് പറയുന്നത് ഒരു സാമ്പിളിംഗ് ടൈമിലായിരിക്കും നമ്മൾ അതിന് സാമ്പിളിംഗ് ടൈം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് f(n) എന്ന് പറയുന്നത് f(t) to R(t), അതായത് റെയിലിംഗ് ഫംഗ്ഷനും കണ്ടിന്യൂസ് സിഗ്നൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ആ എൻറ്റയർ ഫംഗ്ഷനാണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാം
ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ് നമ്മൾ കണ്ടു. അതായത് ഒറിജിനൽ സിഗ്നൽസിന്റെ എന്താണ് റീകൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. എങ്ങനെയാണ് സാമ്പിൾഡ് സിഗ്നലിന് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ സിഗ്നലിന്റെ റീകൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസിയിലും ടൈം ഡൊമൈനും ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു റീകൺസ്ട്രക്ഷൻ നമുക്ക് നടക്കുക. അപ്പൊ ഫ്രീക്വൻസി ഡൊമൈനിൽ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബേസ് ബാൻഡ് കമ്പോണന്റ് എന്ത് വേണം, ബേസ് ബാൻഡ് കമ്പോണന്റ് അതിന് റിക്വയർ ആയിട്ട് വേണം. അതേപോലെ ബേസ് ബാൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എഫ് എസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ ആ ബേസ് ബാൻഡ് കമ്പോണന്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സാമ്പിളിംഗിൽ നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ 2 ഡയമെൻഷണൽ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ എലമെന്റ്സിന്റെ കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ 2D റെയിലിംഗ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. 2D റെയിലിംഗ് ഫംഗ്ഷൻ നമ്മൾ എന്താണ് പറയുന്നത്, ഒരു കോംബോ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഒരു റെക്ടാങ്കുലർ ഗ്രിഡ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ ഗ്രിഡ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് 2D റെയിലിംഗ് ഫംഗ്ഷൻ നമ്മൾ എന്താണ് പറയുന്നത്, കോംബോ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇമേജസിന് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഒരു ഇമേജസ് നമുക്ക് എന്ത് ചെയ്യണം, ഹോറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ പിക്സൽസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പിക്സൽസ് ആയിരിക്കും നമ്മൾ കാണുക, ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ. അപ്പൊ ഓൾറെഡി നമുക്കറിയാം പിക്സൽസ് എന്ന് പറയുന്നത് സ്മോൾ ടൈനി സ്ക്വയേഴ്സ് ആണ് നമുക്കറിയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലി നമ്മൾ അറേഞ്ച് ചെയ്ത പിക്സൽസിന് ഒരു പർട്ടിക്കുലർ റേഷ്യോ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പിക്സൽ അക്സെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്, ആസ്പെക്ട് റേഷ്യോ. പിക്സലിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഇമേജിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ പിക്സൽസിന്റെ വാല്യൂ കൂടുതലായി, പിക്സൽസ് എന്താ പറയാ കുറെ ഉണ്ട്, അല്ലെങ്കിൽ വലിയ ഇമേജസിനൊക്കെ എന്താണ് കുറെ നമ്പർ ഓഫ് പിക്സൽസ് ഉണ്ട്. അപ്പൊ പിക്സൽസ് ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇമേജസിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് സൈസ്, ഇപ്പം ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണെന്നിരിക്കും. അപ്പൊ ലെസർ നമ്പർ ഓഫ് പിക്സൽസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. അതായത് ലാർജ് ഇമേജ് ആണെങ്കിൽ എന്താണ് ലെസർ നമ്പർ ഓഫ് പിക്സൽസ്. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നത് ഇമേജ് ഡിസ്ട്രാക്ടിങ് അല്ലെങ്കിൽ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ഇമേജസിലേക്ക് നമുക്കതിനെ നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിക്സലൈസേഷൻ എറർ അല്ലെങ്കിൽ ഗ്രേ ലെവൽ ഡിസ്കണ്ടിന്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഇമേജസിന്റെ എഡ്ജസിലൊക്കെ എത്തുന്ന സമയത്ത് ഈ പിക്സലൈസേഷൻ എറർ അല്ലെങ്കിൽ ഇമേജിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒരു സാമ്പിളിംഗിൽ വരുന്ന കുറെ ടേമുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ടേം പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് പിക്സലൈസേഷൻ എറർ നമ്മൾ കണ്ടു. ഇനി ഏലിയാസിങ് എന്താ നമ്മൾ കാണണം, അതേപോലെ എൻക്വൈസ്ഡ് ഫ്രീക്വൻസി എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എൻക്വൈസ്ഡ് ഇപ്പൊ പിക്സലൈസേഷൻ എറർ നമ്മൾ കണ്ടു. ഒരു ഷാനോൺ എൻക്വൈസ്ഡ് തിയറം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് ഒരു സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഒരു ഫ്രീക്വൻസി മാക്സിമത്തിന്റെ മൾട്ടിപ്ലൈ, അതായത് അതിന്റെ ഇരട്ടി, അതിന്റെ ഡബിൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് എന്തായിരിക്കും അതിനേക്കാൾ ഗ്രേറ്റർ ആണെന്നാണ് പറയുന്നത്. ഈ എഫ് മാക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി, ഇമേജിൽ ഉള്ള ഹൈയസ്റ്റ് ഫ്രീക്വൻസിനാണ് എഫ് മാക്സിമം എന്ന് പറയുന്നത്. ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. അതായത് ഇപ്പൊ നമ്മൾ വേറെ വേർഡിൽ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് റിക്വയർഡ് എന്തായിരിക്കും ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ ഷാനോൺ നിക്വൈസ്ഡ് തിയറം ആയിരിക്കും ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഈ സാമ്പിളിംഗ് തിയറത്തിന് നമ്മൾ ടൈം ഓഫ് ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ മാക്സിമം ഇന്റൻസിറ്റിന്റെ 1/, ആയിരിക്കും എന്നാണ് പറയുന്നത്. 1/, ആ മാക്സിമം ഇന്റൻസിറ്റി എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ സ്മോളസ്റ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഇന്റൻസിറ്റി പ്രസന്റ് ഇൻ ദ ഇമേജ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കാര്യങ്ങളാണ് ഒരു എൻക്വൈസ്ഡ് ഫ്രീക്വൻസി എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏലിയാസിംഗ് എന്താണ് പറയുന്നത്. അപ്പം സാമ്പിൾഡ് ഇമേജ് എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു ഹയർ ദാൻ ദ എൻക്വൈസ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് റിസൾട്ട് ചെയ്യാൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഏലിയാസിംഗ് എന്ന് പറയുന്നത്. അതായത് ഹയർ ഫ്രീക്വൻസീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ഫ്രീക്വൻസി കമ്പോണന്റ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും. ആ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ബിക്കം വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏലിയാസിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ ഫിസിക്കൽ സൈസ് ഓഫ് ദ 2D ഇമേജസ് ഓഫ് എ ഡോക്യുമെന്റ് വിത്ത് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 2400 2400 ആണ് അതിന്റെ ഡയമെൻഷൻ. പിന്നെ അതിന്റെ സ്കാൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്. TP എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. ഓക്കെ, ഇപ്പൊ ഫിസിക്കൽ സൈസ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഫിസിക്കൽ സൈസ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ
നമ്പർ ഓഫ് പിക്സൽസ് ഇൻ വിഡ്ത്ത്, അതായത് വിത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പം വിത്തിന്റെ നമ്പർ ഓഫ് പിക്സൽസിനെ എന്ത് ചെയ്യുക, റെസൊല്യൂഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ എന്ത് ചെയ്യുക, ഹൈറ്റിലെ നമ്പർ ഓഫ് പിക്സൽസിന്റെ വാല്യൂ ഡിവൈഡ് ബൈ റെസൊല്യൂഷൻ വെച്ചിട്ട് ഇത് ചെയ്യും. അപ്പൊ ഹൈറ്റ് വിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് 2400 ആണ് ബോത്ത് ഹൈറ്റ് ആൻഡ് ദി വിഡ്ത്ത്. അപ്പൊ വിഡ്ത്ത് ഡിവൈഡ് ബൈ റെസൊല്യൂഷൻ, അതായത് നമ്മുടെ റെസൊല്യൂഷൻ എന്താണ്, TPA വാല്യൂ തന്നിട്ടുണ്ട്. ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസൊല്യൂഷൻ ആണ് നമുക്ക്. അപ്പൊ 300 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് 2400 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 2400 divided by again the resolution 300. അപ്പൊ എന്താണ് 8 ഇഞ്ച് ഇൻറ്റു 8 ഇഞ്ച് ആണ് ബോത്ത് ഹൈറ്റ് അല്ലെങ്കിൽ വിത്ത് ഹൈറ്റിലുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഫിസിക്കൽ സൈസ് ഓഫ് ദി ഇമേജ് നമുക്ക് എന്ത് കിട്ടി, ഒരു 8 ഇൻറ്റു 8, അതായത് 8 ഇഞ്ചുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് എന്താണ് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നതാണ് ക്വാണ്ടൈസേഷൻ എന്താണ്. ഇമേജ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾഡ് അനലോഗ് വാല്യൂ, അതായത് ഒരു ഫംഗ്ഷന്റെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സാമ്പിൾഡ് അനലോഗ് വാല്യൂവിനെ എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്രീറ്റ് ഇന്റിജർ വാല്യൂയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അനലോഗ് സിഗ്നലിൽ നമുക്കറിയാം ഒരു ഇൻഫൈനറ്റ്ലി ലാർജ് നമ്പർ ഓഫ് എന്തുണ്ടാവും, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ടാവും. അപ്പം ഈ കണ്ടിന്യൂസ് വാല്യൂസിനെ ഒരു സ്മോളർ വാല്യൂയിലേക്ക് മാറ്റുക, അതായത് ഒരു ക്വാണ്ടൈസേഷൻ വഴിയായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂസിനെ നമ്മളൊരു സ്മോളർ സെറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ സാമ്പിൾഡ് അനലോഗ് ഇമേജസ്, അതായത് ഇപ്പൊ നാച്ചുറൽ ഇമേജസ് നമുക്ക് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാം, അതിന്റെ ഷെയ്ഡ്സ് അല്ലെങ്കിൽ കളേഴ്സ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടോൺ ഇമേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കണ്ടിന്യൂസ്ലി അതിന്റെ നാച്ചുറൽ ഇമേജസ് ഒക്കെ എന്താണ്, അതിന്റെ കണ്ടിന്യൂസ്ലി നമുക്ക് അതിന്റെ ഷെയ്ഡ്സും കളറൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് പറ്റും. അതിനെയാണ് നമ്മൾ എന്താ കണ്ടിന്യൂസ് ഇമേജസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ടോൺ ഇമേജസ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് ഇമേജസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഇമേജ് ക്വാണ്ടൈസർ മാപ്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് വാല്യൂ, അതായത് ഒരു എക്സിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രീറ്റ് വേരിയബിൾ എക്സ് ലാസ്റ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഡിസ്ക്രീറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രേ ടോൺ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വാല്യൂയിലേക്ക് മാറ്റുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ടോൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നാച്ചുറൽ ഇമേജിനെ കൺവേർട്ട് ചെയ്യുന്ന ഗ്രേ സ്കെയിലേക്ക് മാറുന്ന തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഈ ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയുണ്ട്, അതായത് ഇൻപുട്ട് വാല്യൂസിനെ പാർട്ടീഷൻ ചെയ്തിട്ട് അതിന് ഈക്വലി സ്പേസ്ഡ് ഇന്റർവെല്ലായിട്ട് നമ്മൾ മാറ്റിയാണ് ഈ ക്വാണ്ടൈസേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. അപ്പൊ ഈ എൻഡ് പോയിന്റ് ഓഫ് ദി ഇന്റർവെല്ലിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഡിസിഷൻ ബൗണ്ടറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞത്, അതായത് ഇൻപുട്ട് വാല്യൂസ് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് എന്താണ് ഈക്വലി സ്പേസ്ഡ് ഇന്റർവെല്ലാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എൻഡ് പോയിന്റ് ഓഫ് ദ ഇന്റർവെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസിഷൻ ബൗണ്ടറീസ്. ഇപ്പൊ ഡിസിഷൻ ബൗണ്ടറീസ് ഇവിടെ തന്നിട്ടുണ്ട്. ബിന്റെ വാല്യൂ ബി എന്ന് പറയുന്നത് B0 to BM ഇതുപോലെ ഇൻപുട്ട് വാല്യൂസിനെ റേഞ്ച് ചെയ്യുന്നത് എക്സിന്റെ മാക്സ് മുതൽ -x max to +x max ആണ് തന്നത്. അപ്പൊ ഈ ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ, അതായത് ഈ സക്സസീവ് ഡിസിഷൻ ബൗണ്ടറീസിന്റെ ഇടയിലുള്ള ലെങ്ത് ഓഫ് ഇന്റർവെൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡെൽറ്റ വെച്ചിട്ടാണ് ആ ചേഞ്ച്. അപ്പൊ അതിനെങ്ങനെയാണ് 2x max divided by m എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഈ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ബിറ്റ്വീൻ സക്സസീവ് ഡിസിഷൻ ബൗണ്ടറീസ് ആണ്. അതിനെയാണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. അത് തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്നത് y1 to ym ആണ് അതിന്റെ വാല്യൂ. അപ്പൊ ക്വാണ്ടൈസേഷന്റെ റേഞ്ച് എന്തായിരിക്കും, അതായത് ഫ്രം -delta/2 to +delta/2 ആയിരിക്കും. ഇപ്പൊ നമ്പർ ഓഫ് ബിറ്റ്സ്, അതായത് ഈ ഔട്ട്പുട്ട് ലെവൽസിനെ എന്താ പറയാ എൻകോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, r = എമ്മിന്റെ ലോഗരിതമായിരിക്കും. log 2 of m ആയിരിക്കും എന്ത് നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത്, ഡിജിറ്റൽ ഇമേജ് എന്താണെന്ന് പഠിച്ചു, ഡിജിറ്റൈസേഷൻ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ചു, ക്വാണ്ടൈസേഷൻ എന്താണെന്ന് പഠിച്ചു, സാമ്പിളിംഗ് എന്താണെന്ന് പഠിച്ചു, ഒരു ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ അനലോഗ് ഇമേജ്, ഒപ്റ്റിക്കൽ ഇമേജ് എന്താണെന്നുള്ള ഒരു ഇമേജിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തത്. ഈ ഒരു പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.